പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്ന സംഭവത്തിൽ ഒരാൾക്ക് സസ്പെൻഷൻ. കോന്നി താലൂക്ക് ഓഫീസിൽ LD ക്ലർക്ക് യദുകൃഷ്ണയെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു. ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ട. ശ്രീജിത്ത്, വിവരങ്ങൾ. ആന്റോ ആന്റണി ഏതാണ്ട് 1 മണിക്കൂർ നേരം ഇവിടെ ഈ പ്രദേശത്ത് കുത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കളക്ടർ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇതിലൊരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദു കൃഷ്ണൻ അദ്ദേഹം ഇത് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഫ്ലെക്സ് ബോർഡ് അടിക്കാൻ വേണ്ടി കൊടുത്ത സമയത്തായിരുന്നു ലിസ്റ്റ് കൊടുത്ത സമയത്തായിരുന്നു ഇത്തരത്തിൽ ഇതൊരു ഗ്രൂപ്പിലേക്ക് പോയത് എന്നൊരു വിശദീകരണമാണ് ഉള്ളത്. പക്ഷേ കൃത്യമായ രീതിയിൽ ഒരു ചട്ടലംഘനം അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരാൾക്കെതിരെ മാത്രമാണ് നടപടി. ഇതിൽ തൃപ്തനാണ് എന്നാണ് ഇപ്പോൾ ആന്റോ ആന്റണി അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട്. അവർക്കെതിരെ കൂടി നടപടി വേണം, അന്വേഷണം ഊർജിതമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആന്റോ ആന്റണിയുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. സംഭവത്തിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.